ഹലോ എവരി വൺ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് LMS ആണ്, അഥവാ ലീഡ് മാനേജ്മെന്റ് സിസ്റ്റം. ആക്ച്വലി ഈ LMSന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് വീലുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻഷുറൻസ് ബിസിനസ്സിൽ വീലുകൾക്ക് ഒരു ആത്മവിശ്വാസം ജനിപ്പിക്കുക എന്നുള്ളതാണ്. അഥവാ VLകളുടെ പ്രൊഡക്ടിവിറ്റി, അവരുടെ ഏർണിങ്സ് വർദ്ധിപ്പിക്കുക, അതല്ലെങ്കിൽ VLകൾക്ക് ഒരു റെഗുലർ വർക്കറായി VLകൾ മാറ്റുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ലൈഫ് ഇൻഷുറൻസ് ആവട്ടെ, ഹെൽത്ത് ഇൻഷുറൻസ് ആവട്ടെ, ജനറൽ ഇൻഷുറൻസ് ആവട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിവരങ്ങൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതെല്ലാം നിങ്ങളുടെ അടുത്ത് ഒരു കസ്റ്റമർ വന്നു, നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു, ബട്ട് അവർ പറയുകയാണ് അവർക്ക് ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റു ഒഴിവ് കഴിവുകൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ലീഡ് CSCയിൽ ഇൻഷുറൻസ് പോർട്ടലിൽ ഇടാവുന്നതാണ്. ആ ലീഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പേർട്ട് അവരെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതോടുകൂടി നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന ലൈഫ് ഇൻഷുറൻസോ ഹെൽത്ത് ഇൻഷുറൻസോ മറ്റോ നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കും. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, ലീഡ് മാനേജ്മെന്റ് സിസ്റ്റം LMS. അത് എങ്ങനെ നിങ്ങൾക്ക് CSC വഴി ചെയ്യാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കയറേണ്ട പോർട്ടൽ എന്താണെന്ന് വെച്ചാൽ insurancecsccloud.in/login/lead-login. ഇതാണ് സൈറ്റിന്റെ പേര്. ഈ സൈറ്റിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യണം. നിങ്ങളുടെ CSC ID പാസ്വേഡ് വെച്ചുകൊണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. പാസ്വേഡ് അടിച്ച് ക്യാപ്ച അടിച്ചുകൊണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കാണുന്ന വിൻഡോ ഇതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇടത് ഭാഗത്ത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഡാഷ്ബോർഡ്, ന്യൂ ലീഡ്, വ്യൂ ലീഡ്. ഇവിടെ ഓപ്പൺ, നിങ്ങൾ എന്തെങ്കിലും ലീഡ് ഇട്ടുണ്ട്, ഇപ്പോൾ ഓപ്പൺ ആണ്, അതിന്റെ ഫോളോ അപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ, ക്ലോസ്ഡ് ആണോ, നോട്ട് ഇൻട്രസ്റ്റഡ് ആണോ, അങ്ങനെ ലീഡിന്റെ എല്ലാ സ്റ്റാറ്റസ് പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ടിന്റെ ആവശ്യമുണ്ടോ എന്നീ സമയങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. CSCയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ എക്സ്പേർട്ട് നേരിട്ട് കസ്റ്റമറുമായി സംസാരിച്ചിട്ട് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് തോന്നുന്ന നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് ആയാലും ഹെൽത്ത് ഇൻഷുറൻസ് ആയാലും നിങ്ങൾക്ക് CSCയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ലീഡ് ഇടാം എന്നുള്ളതാണ്. ഇടത് ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ഡാഷ്ബോർഡ്, ന്യൂ ലീഡ്, വ്യൂ ലീഡ്. ഇവിടെ ന്യൂ ലീഡ് ക്ലിക്ക് ചെയ്യാം. ന്യൂ ലീഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആദ്യമായിട്ട് നിങ്ങൾക്ക് കസ്റ്റമറുടെ മൊബൈൽ നമ്പർ കൊടുക്കേണ്ടി വരും. കസ്റ്റമറുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ക്ലിക്ക് ഓൺ ഗെറ്റ് OTP. ഗെറ്റ് OTP കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമറുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോകുന്നതാണ്. ഓക്കെ, ആ OTP നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ ടൈപ്പ് ചെയ്യാം. ക്ലിക്ക് ഓൺ വാലിഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് കാണുന്ന വിൻഡോ ഇങ്ങനെ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏതാണ് വേണ്ടത്, കസ്റ്റമർക്ക് ആവശ്യമുള്ളത്. ലൈഫ് ഇൻഷുറൻസ് ആണോ, ജനറൽ ഇൻഷുറൻസ് ആണോ, ഹെൽത്ത് ഇൻഷുറൻസ് ആണോ, അതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം VLEയുടെ മൊബൈൽ നമ്പർ ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ പ്രിഫേർഡ് ഇൻഷുറൻസ് കമ്പനി വേണമെങ്കിൽ പ്രിഫേർഡ് ഇൻഷുറൻസ് കമ്പനി സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി ഏത് കമ്പനി ആണെങ്കിലും അത് നിങ്ങൾക്ക് കൊടുക്കാം. ഇനി പ്രിഫേർഡ് ഇൻഷുറൻസ് കമ്പനി ആണെങ്കിൽ നിങ്ങൾ പ്രിഫേർഡ് ഇൻഷുറൻസ് കമ്പനി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ CSCയിൽ ഇപ്പോൾ ലഭ്യമായ ലൈഫ് ഇൻഷുറൻസിന്റെ കമ്പനികളുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഇതിൽ ഏത് കമ്പനിയുടേതാണ് കസ്റ്റമർക്ക് വേണ്ടത് അല്ലെങ്കിൽ കസ്റ്റമറുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്, ആ കമ്പനി നിങ്ങൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം കസ്റ്റമറുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യാം, കസ്റ്റമറുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ടൈപ്പ് ചെയ്യാം, കസ്റ്റമർ ഏത് ജെൻഡർ ആണെന്നുള്ളത് ടൈപ്പ് ചെയ്യാം. പിന്നെ മൊബൈൽ നമ്പർ നിങ്ങൾ ഓൾറെഡി OTP അടിച്ചത് കൊണ്ട് ഡീഫോൾട്ട് ആയിട്ട് ഇവിടെ മൊബൈൽ നമ്പർ വരുന്നതാണ്. കസ്റ്റമറുടെ ഒക്യുപ്പേഷൻ എന്താണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. കസ്റ്റമർക്ക് എത്രയാണ് സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്, ആനുവൽ ഇൻകം. കസ്റ്റമറുടെ ഡിസ്ട്രിക്ട്, സിറ്റി ഏതാണെന്ന് വെച്ചാൽ കസ്റ്റമറുടെ സിറ്റി എന്ന് പറഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം. കസ്റ്റമറുടെ പിൻകോഡ് അടിക്കാം. കസ്റ്റമറുടെ പിൻകോഡ് അടിച്ചതിന് ശേഷം നീഡ് ഓഫ് ഇൻഷുറൻസ്. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് നമ്മൾ ഓൾറെഡി SBI സെലക്ട് ചെയ്തു. അതിൽ ഏത് കാറ്റഗറിക്കാണ് കസ്റ്റമർക്ക് ആവശ്യമായിട്ടുള്ളത്, ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആണോ, അതർ പർപ്പസ് ആണോ, പ്രൊട്ടക്ഷൻ പർപ്പസ് ആണോ, റിട്ടയർമെന്റ് പ്ലാനിങ്ങിനാണോ കസ്റ്റമർ നോക്കുന്നത്, അല്ലെങ്കിൽ ടാക്സ് ബെനിഫിറ്റിനാണോ, അതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം അവർക്ക് എത്ര എമൗണ്ട് വരെ പോവാം എന്നുള്ളതാണ് അവരുടെ അഫോർഡായ പ്രീമിയമാണ് പറയുന്നത്. അത് എത്രയാണെന്ന് വെച്ചാൽ ആ എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി VLEയുടെ ഭാഗത്ത് നിന്നുള്ള
ലീഡ് ജനറേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം CSEയുടെ ഭാഗത്തു നിന്ന് അവരുടെ എക്സ്പേർട്ട് കസ്റ്റമറെ വിളിച്ചിട്ട് ലീഡ് മാക്സിമം എന്ത് ചെയ്യും, ലീഡ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും. സോ അതിനുശേഷം നിങ്ങൾ ലീഡ് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വ്യൂ ലീഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കസ്റ്റമർ ഏത് സമയത്താണ് ലീഡ് ഇട്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ലീഡ് നമ്പർ കാണാം, കസ്റ്റമറുടെ നെയിം കാണാം, CSE ID കാണാം, ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് ഏതാണെന്ന് കാണാം, സമയം കാണാം, അതിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചാൽ അത് കാണാം, ഏത് ഇൻഷുറൻസ് കമ്പനിയുടേതാണ് നിങ്ങൾ ലീഡ് ഇട്ടെന്നുള്ളതും അതും കാണാം. ഇവിടെ വ്യൂ ആക്ഷൻ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ CSE ഈ പേർപ്പസ് എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണത്താൽ ലീഡ് നഷ്ടപ്പെടാം, ഒരു എക്സ്പേർട്ടിന്റെ സഹായം ഇല്ലാത്തത് കൊണ്ട് ഒരു ലീഡ് നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് CSE LMS ഉപയോഗിച്ചിരിക്കുന്നത്. സോ എല്ലാ VLകളും ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം റവന്യൂ ഏൺ ചെയ്യുക. ഓക്കെ, താങ്ക് യു.